ഹായ്, എല്ലാവർക്കും ayruz ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഉണക്ക ചെമ്മീൻ തോരനാണ്. ഉണക്ക ചെമ്മീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പച്ചമീൻ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഒരു ചെമ്മീൻ തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 100 ഗ്രാം ഉണക്ക ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അത് പാചകം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നേരെ നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉണക്ക ചെമ്മീൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു അല്പം ഉപ്പ് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ച് ഒരു 5 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. ആ ആവി കയറിണ്ട് വേവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് വേണം. ആ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചിങ്ങ് എടുക്കുക. തോരനൊക്കെ ചതയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ ചതച്ചെടുക്കുക. ഇപ്പം ഇങ്ങനത്തെ അരപ്പൊക്കെ ചതച്ചിങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ കിടക്കുന്ന മീൻ അതായത് കൊഞ്ച് എന്തായി നമുക്ക് നോക്കാം. വാവ്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പിനെ അങ്ങ് ചേർത്തങ്ങ് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആവിയിൽ നമുക്ക് വേവിച്ച് എടുക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല മിക്സായി വന്നിട്ടുണ്ട്. വാവ്, നല്ല ചെമ്മീൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പച്ചമീൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല ഈ ഒരു മീനിരിക്കുമ്പോൾ. അതൊന്നും മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. നമുക്ക് ഇനിയും ഇതിലേക്ക് വേണ്ടത് കടുക് താളിക്കുകയാണ്. നമ്മൾ ഇനിയും അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. പാൻ നല്ല ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് അങ്ങോട്ട് ഇടുക. ആ കടുക് അങ്ങോട്ട് പൊട്ടിച്ചടപട അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഒന്ന് 2 ഇളക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വാവ്, ഭയങ്കര മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമീനൊക്കെ ഇതിൻ്റെ മുൻപിൽ മുട്ടുകുനിച്ച് നിന്നു പോകും. അത്രയും ടേസ്റ്റാണ്. എൻ്റെ ഇക്കാൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. ആൾ പറഞ്ഞു തന്നാണ്. ആൾക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനിത് കൂട്ടി ഞാൻ ഒരു പാത്രം ചോറ് കഴിച്ചു അന്നത്തെ ദിവസം. അത്രത്തോളം ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഒന്ന് സബ് ചെയ്തേക്കണേ കേട്ടോ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക് യു.